ഹൈമാവതി കൃഷി വ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഹൈമാവതി കൃഷി വ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നായി ഇവിടെ കാണിക്കുന്നത് ഈ ഒരു ചീര നടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കുന്നത്. ഒരുപാട് ചീര അതിൽ എന്തെല്ലാം ഇടുന്ന വെച്ചാൽ കുറച്ച് ചാരം പിന്നെ ഈ ചാരവും കുറച്ച് ഈ ആട്ടും വെള്ളവും കൂടി ഇട്ടിട്ടാണ് നടുന്നത്. മുമ്പ് നട്ട പാത്രത്തിൻ്റെ അകത്ത് തന്നെ നടുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് ചാരവും കുറച്ച് ആട്ടും വെള്ളവും കൂടി ഇടുക. അതെന്ന് വെച്ചാൽ നമുക്ക് വളപ്പറ്റ് വേണ്ടേ, ആദ്യം നട്ടതാണ്. അതുകൊണ്ട് അതിലിളക്കി വല റെഡിയാക്കി എന്നിട്ടാണ് ഇപ്പം നടാനാക്കുന്നത്. ഇത് രണ്ടെണ്ണത്തിലായി ഇപ്പം നടുന്നത്. ആ ഉള്ള തൈ ഉള്ളത്തോളം നടാം, അങ്ങനെ കണക്കാക്കിയിട്ടാണ്. ഇനി ഇതിൻ്റെ അപ്പുറം കുറച്ച് ചാരവും കൂടി ഇട്ട് കൊടുക്കുക. ചാരവും നല്ല വളം തന്നെയാണ്, ആട്ടുമ്പോളും ഉണ്ട്. കണ്ടില്ലേ, ഇതേപോലെ ഇട്ടിട്ട് നടുക. ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ ഇട്ട് നട്ടു കൊടുക്കുമ്പോൾ എന്ന് വെച്ചാൽ അവർക്ക് വേഗം ഓടാനുള്ള ഒരു വേരോട്ടത്തിനും എല്ലാത്തിനും നല്ലതാണ്. ഇത് ഇങ്ങനെ ഇട്ട് കൊടുത്ത് നടുമ്പോൾ പൊടിച്ച് വന്നത്. അതിൻ്റെ തൈ മൂത്ത് പോയി, തൈ ഒരു കുണമില്ല, മഴ പെയ്തുകൊണ്ട് തൈയെല്ലാം കുണമില്ലാണ്ടായിപ്പോയി. എന്നാലും ഞാനത് നടട്ടെ, നമുക്ക് എന്തായാലും വെക്കാൻ കിട്ടുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിവിടെ കാണിച്ചു തരാം നിങ്ങൾക്ക്. നടുന്നത് നിങ്ങളെയും കാണിച്ചു തരാൻ വെച്ചിട്ടാണ്. മറ്റേ നട്ടിട്ട് അത്ര പോരായി, അത്രയുള്ള തൈയാണിത്. പക്ഷേങ്കിൽ നടാൻ വൈകി, ആ മഴ കൊണ്ടാണ് ഞാൻ നടാണ്ട് നിന്ന്. നടണോ ചെറിയ തയ്യാകുമ്പം കൊണ്ട് നട്ടതാണ് ഞാനത്. പക്ഷെ കുറച്ചും കൂടി വളരട്ടെ എന്ന് ചോദിച്ചു നോക്കുമ്പോഴേക്ക് മഴ പെയ്യുമ്പോഴേക്ക് ആ ചീര വളരുന്നില്ല. പിന്നെ അതാണ് പറ്റി. മഴ പെയ്താൽ പിന്നെ ചീര മഴക്കാലം തീരെ നന്നാവില്ല. നമുക്കത് പൊടിപ്പിച്ച് കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. ഞാൻ അങ്ങനെ ആ മഴ കുറേ കുറഞ്ഞിട്ടാകുമ്പോഴാറ്റം നമ്മൾ പായിട്ട് പൊടിപ്പിച്ചിട്ടാക്കുന്നതിലാണ്ട് ഇപ്പം പുതുമഴക്കൊന്നും ഇങ്ങനെ ചീര നട്ടാൽ കിട്ടൂല. അതുകൊണ്ട് പിന്നെ അവ തന്നെ പൊടിച്ചിട്ട് വരണം. ചീര വീണ് പൊടിച്ചിട്ട് വരുന്നതാണെങ്കിൽ അതിന് ശക്തിയോടെ അത് അവർ വരും. നമ്മൾ നട്ടു കൊടുക്കുമ്പോൾ അങ്ങനെ വരൂല. അങ്ങനെയുണ്ട്. ചീര നമ്മൾ പറിച്ചിട്ട് നട്ടു കൊടുക്കുമ്പോഴല്ല അത് അവരെ വളർത്തുക. അത് മഴയത്ത് അവരെന്നെ വീണ് പൊടിച്ചിട്ട് നന്നായിട്ടുണ്ടെങ്കിൽ നന്നാവും. അങ്ങനെ വരണം. മറ്റ് നന്നായി കിട്ടൂല ചീര മഴക്കാലം. മഴ അധികം നന്നല്ല. ഇനി വെള്ളം വേണം, പക്ഷെ അധികം കൂടുതൽ മഴ നന്നല്ല. അതാണ് ഞാനിങ്ങനെ ചീര പിന്നെ ഇനിയിപ്പം മഴക്കാലമായതിന് ചീരേൻ്റെ മഴ കഴിയാനാവണം. എന്നാലും മാത്രമേ നമുക്കിനി ചീര നട്ടിട്ട് പിടിപ്പിക്കാൻ കഴിയും. മഴ കുറഞ്ഞാൽ നമുക്ക് പൊടിപ്പിച്ചിട്ട് കുറച്ച് വളർന്നാൽ നമ്മൾ ചെറിയ മഴയല്ലേ ഉള്ളൂങ്കിൽ പറിച്ച് നട്ടാൽ നമുക്ക് ഉഷാറായിട്ട് കിട്ടും. വലിയ മഴക്ക് കിട്ടൂല. അതാണ് ഞാൻ ഈ ആട്ടുംവെള്ളം കൂടി ഇട്ട് കൊടുക്കുന്നത്. ആട്ടുംവെള്ളം ഇട്ട് കൊടുത്ത് വെണ്ണീര് ചാരം ഇട്ട് കൊടുത്താലേ ഇത് നന്നായിട്ട് വളർന്നോളും. വേഗം പെട്ടെന്ന് വളർന്നോളും. മഴ വരുമ്പോഴേക്ക് നമുക്കിത് നന്നായിട്ട് വളർന്നു കിട്ടിപ്പോയി പിന്നെ വളർന്നോളും. വളരാനാണ് പണി. പിന്നെ നമ്മൾ വർഷത്തിൽ ചീര നടാം. നമ്മൾ സൈഡിലെല്ലാം വെള്ളം മഴ നനയാതെടുത്തെല്ലാം വെച്ചിട്ട് വെയിലടിക്കുകയും വേണം. മഴ ചാറിൽ മാത്രം അടിക്കുന്നിടത്തെല്ലാം വെച്ചിട്ട് നട്ടാൽ നന്നാവും. അങ്ങനെ നോക്കണം ആവുമെന്ന്. മറ്റ് ഇപ്പം ഇങ്ങനെ കിട്ടൂല. അതാണ് ഞാനിപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ നട്ടു കൊടുക്കുക. ഇപ്പം നട്ടാലെന്ന് വെച്ചാൽ ചീര നമുക്ക് ഒരു കറി വെക്കാനായല്ലോ. കറി വെക്കാൻ കിട്ടുമല്ലോ. നമുക്ക് കൊടുക്കാനൊന്നും കിട്ടിയിട്ടെങ്കിലും കറി വെക്കാമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് നടുന്നത്. ഇതിപ്പോൾ ഞാൻ ഇതിനടുക്ക് നട്ടതായത് ഇവിടെ 2 ഇതിൽ നട്ടത് ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ അത് ഞാൻ പിന്നെ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു. ഇത് പിന്നെ ഞാൻ വിചാരിച്ച ഇനി വീഡിയോ എടുത്ത് ഇനിയിപ്പോൾ ഒന്നും ചീരേൻ്റെ വീഡിയോ ചെയ്യാനില്ലല്ലോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്, ഈ വീഡിയോ ഇടുന്നത്. എന്നാൽ നിങ്ങൾക്ക് കുറച്ച് കാണിച്ചു തരാൻ എന്തെങ്കിലും വേണ്ടേ? വീഡിയോ എടുക്കാനും പലതും നമ്മൾ ചെയ്യാനും വേണ്ടേ? അതാണ്. ഇപ്പം കണ്ടില്ലേ, ഇത്ര പോരെ നട്ടു. ഇനിയിപ്പം ഞാൻ ഇതും കൂടി ഉണ്ട്. ഇത് ഞാൻ ഇതിനകത്ത് നട്ടെ. ഇത് അത്ര പോരെ വളവുണ്ട്. ഇതെല്ലാം ഞാൻ വളവിട്ട് ഇളക്കി വെച്ചതാണ്. ഇതിങ്ങനെ കുറച്ച് മടക്കി വെക്കട്ടെ. എന്നുവെച്ചാൽ നിറച്ചു വിട്ടിട്ടില്ല. മടക്കി വെച്ചാൽ നല്ല വെള്ളം നീർന്ന് വരാൻ നല്ലത്. അല്ല മടങ്ങിപ്പോവും മഴ പെയ്യുമ്പോൾ. അതാണ്. കണ്ടില്ലേ, ഇതേപോലെ ഇത് നട്ട് വെക്കാം. ഒന്നുമില്ലെങ്കിൽ അത്ര പോരെ നമ്മളെ ഒരു കറി വെക്കാമല്ലോ. മറ്റൊന്നിനല്ല. ഇതിപ്പം ഇത് നട്ടോണ്ടിരിക്കണം. എന്ത് ചീര ആയാലും എല്ലാ സാധനവും നമ്മൾ മുമ്പിൽ കാണുന്നില്ലേ കണ്ടല്ലോ. ഈ കൃഷി ചെയ്ത് നമുക്ക് ഈ കൃഷിയോടുള്ള ഒരു താല്പര്യം കൊണ്ട് എല്ലാ കൃഷിയും ചെയ്യണം എന്നുള്ളൊരു താല്പര്യം. എപ്പോൾ ആ കൃഷി ഇല്ലെങ്കിൽ വല്ലാതൊരു വിഷമായിരിക്കും. കൃഷി ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഭയങ്കര വിഷമായിരിക്കും. അതുകൊണ്ട് എല്ലാ സമയത്തും കൃഷി ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം.
ആഗ്രഹം പോരല്ലോ, നമ്മൾ ആരോഗ്യം സമ്മതിക്കണ്ടേ. ഞാനാണെങ്കിൽ മുട്ടില്ല, എൻ്റെ 2 മുട്ടും മാറ്റി വെച്ചതാണ്. ഒരു പ്രാവശ്യം മാറ്റി വെച്ചിട്ട് മറ്റേത് എളിയിൽ പോയിട്ട് രണ്ടാമത് ആദ്യം കൂടി മുറിച്ച് മാറ്റിയിട്ടാണ് ഞാനിപ്പോൾ പണിയെല്ലാം എടുക്കുന്നത്. എങ്ങനെയാണെന്നറിയില്ല. പിന്നെ നടുവിന് ബ്ലോക്ക് വന്നിട്ട് നടുവിന് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു. അതുകൊണ്ട് ഇതെല്ലാം സഹിച്ചിട്ടാണ് ഞാനിപ്പം ഈ കൃഷി ചെയ്ത്. എനിക്ക് ആ കൃഷിയോടുള്ള ആ ഒരു ഇഷ്ടം കൊണ്ടാണ് ഞാൻ ഇത്രയും ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിലിപ്പോൾ ഇതിനിടയ്ക്ക് എടുത്ത വളം തന്നെ ഉണ്ട്. ഇതിനിടയ്ക്ക് പിന്നെ വാഴക്കൂർക്കലയിൽ നട്ട് പിന്നെ ഇതായിരുന്നു, അത് ഞാൻ പറിച്ചെടുത്തു. അത്രയല്ലേ ദിവസം വേണ്ടു ചീര പറിച്ചെടുക്കാൻ. ചീര പറിച്ചെടുത്തതിന് ശേഷം അതിൽ ആ വളമൊന്നും തീർന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിപ്പം ഇതിനകത്ത് കുറച്ച് വളം തീരെ കൊടുക്കാൻ ശരിയാവില്ല, അവർ വളം വലിച്ചെടുത്തിട്ടുണ്ടാവില്ലേ. പിന്നെ എന്നിട്ടാ ഞാനിപ്പോൾ ഈ വളം ചേർക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇതിൽ നടാം. ഇനി ഇതിൽ നടാം, കണ്ട ഇതിൻ്റെ അകത്ത് നടാം. ഇത് അത്ര ചെറുതാണ്, അതുകൊണ്ട് അത്രേ വേണ്ടു, അത്രേ തയ്യുള്ളൂ. ഇത് പിന്നെ ഈ വാഴത്തടയിൽ നട്ട് വാഴത്തടയിലല്ല, വാഴക്കൂർക്കലയിൽ നട്ട് ചീര ആദ്യം നട്ടതായിരുന്നു. അത് ഇപ്പം നോക്കുമ്പോൾ അമിഞ്ഞിട്ട് നല്ല അടിയിൽ നല്ല ചീഞ്ഞ് നല്ല വളമായിട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ അത് പൊതിച്ച് നോക്കുമ്പോൾ നല്ല വളമായിട്ട് വന്നിന്. ഇനിയിപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പം പിന്നെ ഇതിൻ്റെ അകത്ത് ഇതിട്ട് കൊടുക്കുന്നത്, പിന്നെ ആട്ടുംവളം ഇട്ട് കൊടുത്തത്. കുറച്ച് ആട്ടുംവളം ഇട്ട് കൊടുത്തതെന്ന് വെച്ചാൽ മറ്റേത് എല്ലാം കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവില്ലേ, അതിൻ്റെ കൂടെ കുറച്ച് ഇതും കൂടി ഇട്ട് കൊടുത്താൽ നമുക്ക് ഇതേ ചീര വളരാനുള്ള ആ ഒരു ശേഷി ഉണ്ടാവും. ഇത് വേഗം വളർന്നതല്ലേ നമുക്ക് ഉഷാറായി കിട്ടൂലോ, അതിന് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഇത് നട്ട് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇനിയെന്നാ ചെയ്ത് കൊടുക്കേണ്ടത് വെച്ചാൽ കുറച്ച് സ്ലറി ഉണ്ടാക്കിയിട്ട് ഒഴിച്ച് കൊടുക്കണം. അത് മഴയായാലും വെയിലായാലും ആ സ്ലറി കൊടുക്കണം. എല്ലാം കൂടി ആക്കി നല്ലൊരു സ്ലറി ഉണ്ട് ഞാനിവിടെ ആക്കി വെച്ചിട്ട്, ആ സ്ലറിയും കൂടി കൊടുക്കണം. കണ്ടില്ലേ, ഇതും കൂടി ഞാനിവിടെ നട്ടു. ഇനിയിപ്പോൾ ഇത്തിരിയേ ഉള്ളൂ. നാളെ കണ്ടില്ലേ, ഇതാ ഇത് നട്ടു. ഇത് കണ്ട, ഇതിനിടയ്ക്ക് ഞാൻ വെറൈറ്റി ചീരയായി നട്ട് കണ്ട ഇത് കണ്ട, ഇതും കൂടിയാണ് ഞാൻ നട്ടിട്ടുള്ളത്. കണ്ടില്ലേ, അതിപ്പോൾ ഇത്ര പൊരിയായി. ഞാനിപ്പോൾ കുറച്ച് പൊടിവളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് മുളക് കൃഷി. ഇത് കണ്ടില്ലേ, ഇപ്പം ഇതും കൂടിയാണ് ഞാനിപ്പോൾ ഇവിടെ നട്ടിട്ടില്ലേ. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി, നമസ്കാരം. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പടിക്കുക, സബ് ചെയ്യാത്ര സബ് ചെയ്യുക. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത്. നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.